ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് 2 ശമൂവേൽ 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. സെക്കൻഡ് സാമുവേൽ 6:10. ഇങ്ങനെ ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ് എദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു സ്ഥലത്തും ദൈവജനത്തിൽ ഓബേദ് ഏദോം എന്നൊരു പേര് രേഖപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികളോ ഒന്നും രേഖപ്പെടുത്തിയതായി കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ സ്തോത്രം, കുലം കുലമായും വംശങ്ങളായും ദൈവിക വാഗ്ദത്തങ്ങളുള്ള അനേകർ അവിടെ നിൽക്കുമ്പോൾ അതുവരെ അറിയപ്പെടാത്തൊരു വ്യക്തി, അതുവരെ ആരാലും ആത്മീയ അനുഭവമുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാത്തൊരു വ്യക്തി യഹോവയുടെ പെട്ടകം തൻ്റെ ഭവനത്തിൽ കൊണ്ടുവെക്കുവാനുള്ള അനുവാദം രാജാവിന് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പെട്ടകം ഈ വ്യക്തിയുടെ ഭവനത്തിൽ വെക്കുവാൻ താൻ അനുവാദം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അതുവരെ അറിയപ്പെടാത്തൊരു വ്യക്തി, ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് വാഗ്ദത്തങ്ങളില്ലാത്തൊരു വ്യക്തി, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ദൈവം കൽപ്പിക്കുവാൻ കാരണം? അതിന് പ്രാധാന്യം കൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ ദൈവസഭയോട് ദൂത് പറയുവാൻ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അന്നത്തെ ആ തീരുമാനം വളരെ ദൈവപ്രസാദമുള്ള തീരുമാനമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പകൽ ആ കുടുംബത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ പറയുവാൻ, കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, ദൈവവേദിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തിന് മുമ്പിൽ വിലയേറിയതും പ്രാധാന്യമേറിയതുമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് അത്രത്തോളം ഗൗരവത്തോടെ അത് രേഖപ്പെടുത്തുവാൻ കാരണം? അതിൻ്റെ 1 മുതൽ ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കാം. തെളിയിച്ചു. നടന്നു. യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്ത് ദൈവത്തെ അവർ ആരാധിച്ച് സന്തോഷത്തോടെ സൈന്യങ്ങളുടെ യഹോവയുടെ പെട്ടകം തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം. ഇനി 9-ാം വാക്യം എന്ന് വെച്ചാൽ മതി. ഒരു മരണം സംഭവിച്ചു. യഹോവയുടെ പെട്ടകത്തിന് അരികിൽ വെച്ചൊരു മരണം. യഹോവയുടെ പെട്ടകത്തെ തൊടുന്നവന് മരണം. യഹോവയുടെ പെട്ടകത്തടുത്ത് വരുന്നവന് മരണം. അയ്യോ, ഇത് ആപത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും കഷ്ടതയുടെയും പ്രതീകമാണോ യഹോവയുടെ പെട്ടകമെന്ന് ജനം ഭയപ്പെട്ടു. ജനം മാത്രമല്ല, 9-ാം വാക്യത്തിൽ പറയുന്നു, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. രാജാവും ദൈവജനവും ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പെട്ടകം മരണകാരണമായിരിക്കുന്നു. ഇങ്ങനെ ജനമെല്ലാം ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അതുവരെ അറിയപ്പെടാത്തതും അതുവരെ ആത്മീയ പ്രകടനം കാണിക്കാത്തതും ഉള്ളിൽ ആത്മാവിൽ ജ്വലിച്ചുയർന്നനായ ഓബേദെദോം പറഞ്ഞു, ആര് ഭയപ്പെട്ടാലും ആര് മാറി നിന്നാലും എൻ്റെ ഭവനം യഹോവയുടെ പെട്ടകത്തിനായി തുറക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയോട് പറഞ്ഞു, എല്ലാ ചൊവ്വാഴ്ചകളിലും പെട്ടകം ഭവനങ്ങളിൽ എത്തട്ടെ. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്ഥലത്തിരിക്കുന്ന പെട്ടകം ഇനി ഓരോ ഭവനങ്ങളിലേക്ക് വരാൻ പോകുക. സ്തോത്രം. ആര് മാറി നിന്നാലും ആമേൻ ഓബേദെദോമിനെ പോലെ തീരുമാനമുള്ള ആരുണ്ടോ അവരുടെ ഭവനം തുറന്നു കൊടുക്ക്. ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ പോകുക. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പരമേൽപ്പിച്ചൊരു കാര്യം പറയുക. ആമേൻ സ്തോത്രം. ആമേൻ ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും എന്ന് പറയത്തക്ക നിലയിൽ ഒരിക്കലും ഇളകില്ലെന്ന് പറഞ്ഞിരിക്കുന്ന, ആമേൻ ഒരിക്കലും വിടുതൽ സംഭവിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്ന നിന്റെ ഭവനത്തോടുള്ള വിഷയങ്ങളുടെ മേൽ ആമേൻ നിന്റെ ഭവനത്തിൽ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവസഭ എന്താണെന്ന് പറഞ്ഞു? ഒരു സൈന്യമായി മാർച്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങോട്ട്? ദേശങ്ങളിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ്. ഭവനങ്ങളിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ജയത്തിന്റെ ഘോഷം മുടക്കുവാൻ. ആമേൻ. ആമേൻ സ്തോത്രം. സൈന്യം അവിടെ ചെന്ന് ആദ്യം ചെയ്യുന്നത് ഒരു കൊടി നാട്ടും. എന്തെന്നറിയാം? പറയുന്നത് ഇത് ഞങ്ങളുടെ ദേശമാണ്. ആമേൻ. സ്നേഹത്തിന്റെ കൊടി നാട്ടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഓബേദെദോം പറഞ്ഞു, എല്ലാവരും രാജാവും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഇതാ എൻ്റെ ഭവനം തുറക്കുന്നു. ഈ പെട്ടകത്തിന് ഭവനത്തിലേക്ക് സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്. വിജയത്തിന് ഒത്തിരി പിതാക്കന്മാരുണ്ട്, പക്ഷെ ഫെയിലിയർ ഇസ് ആൻ ഓർഫൻ. പരാജയം എന്താണ്? ഒരു അനാഥനാണ്. അവന് അപ്പന്മാരില്ല. നമ്മൾ വിജയിച്ചാൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. സ്തോത്രം. പരാജയപ്പെട്ടാൽ ആരും കൂടെ കാണുകയില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഓർത്തോണം. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല. നിന്റെ പരാജയത്തിൽ നീ അനാഥനല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 26-ാം അധ്യായം 47-ാം വാക്യം ഒന്ന് വായിക്കാം. ചില എക്സാമ്പിൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ പരാജയങ്ങളുടെ നടുവിൽ യേശുവിനെ പിടിക്കുവാനായിട്ട് ജനം യൂദായുടെ നേതൃത്വത്തിൽ വന്നിരിക്കുകയാണ്. പടയാളികളും എല്ലാവരും വന്ന്. സ്തോത്രം. ബാക്കി ഭാഗം വായിക്കുന്നില്ല, നമുക്കറിയാവുന്ന ഭാഗം 56-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ശിഷ്യന്മാർ എത്ര പേര് ഓടിപ്പോയി? എല്ലാവരും ഓടിപ്പോയി. സ്തോത്രം. അതാ പറയുക, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഇസ് ആൻ ഓർഫൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പ്രതികൂലം വന്നു കഴിയുമ്പോൾ അതുവരെ അപ്പം തിന്നവരും, അതുവരെ സ്തോത്രം ഹമേ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും, മീനെ 2 പടകിൽ കയറ്റിയവരും, സ്തോത്രം ഇവൻ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചവനും ഇതൊന്നും ഓർത്തില്ല. സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിൽ യേശു ഒറ്റയ്ക്ക്, ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ജോബ്, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 19, 13-15. സ്തോത്രം. അതല്ലല്ലോ. അവരെന്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എന്റെ പരിചയക്കാർ ഇപ്പൊ എനിക്ക് അന്യരായി തീർന്നു. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി. സ്തോത്രം. ഞാൻ എംപ്ലോയ് ചെയ്തിരിക്കുന്ന മനുഷ്യൻ പോലും ഇപ്പൊ എന്നെ കണ്ട തിരിച്ചറിയുകയില്ല. സ്തോത്രം. എപ്പോഴാണെന്നറിയാമോ? പ്രതികൂലത്തിന് നടുവിൽ. സ്തോത്രം. നീ എന്നും ഒറ്റയ്ക്കായിരിക്കും. സ്തോത്രം. ഓബേദെദോമോട് ചോദിച്ചേ, രാജാവ് ഭയപ്പെട്ടു, ജനം ഭയപ്പെട്ടു, മരണം സംഭവിച്ചു. ഇനി എന്ത് അനർത്ഥവും സംഭവിക്കാൻ സാധ്യതയുള്ള നടുവിൽ ആമേൻ സ്തോത്രം യഹോവയാരെന്നും അവന്റെ പെട്ടകത്തിന്റെ അധികാരം എന്തെന്നും അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്തെന്നും തിരിച്ചറിഞ്ഞ ഓബേദെദോം പറഞ്ഞു, എൻ്റെ ഭവനം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു, യഹോവയുടെ പെട്ടകം അകത്തേക്ക് കടന്നു വന്നാട്ടെ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. പലപ്പോഴും ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യും പ്രതികൂല നടുവിൽ. സ്തോത്രം. നീ ഓടിപ്പോകുമോ ഇല്ലയോ? സ്തോത്രം. സ്തോത്രം. ആമേൻ. ഇതുവരെയും ഓടിപ്പോകാൻ കർത്താവ് അനുവദിച്ചില്ല. സ്തോത്രം.
പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല. ആമേ, പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നോക്കും നീ ഓടിപ്പോകുമോ എന്ന്. എന്നാൽ ഓബേദ്ഏദോമിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൂതനുസരിച്ച് ഓർത്തുകൊള്ളുക, ഇന്ന് നീ പ്രതികൂലത്തിലായിരിക്കും, ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കും, ഇന്ന് നീ സകലതും നിനക്ക് വിരോധമായിരിക്കും. എന്നാൽ അടുത്ത വാക്യം ആമയോ 2 ശമൂവേൽ 6:11 വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 3 മാസം ഇരുന്നു. അടുത്ത വാക്യം. ആ ഹല്ലേലൂയ. യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. നീ ഒറ്റയ്ക്ക് നേരിടുന്ന പ്രതികൂല നടുവിൽ ആമേൻ യഹോവയുടെ പെട്ടകത്തിനായി നിലകൊള്ളുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തിനായി നിലകൊള്ളുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവേഷ്ടം നടക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവേ, നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ, നിന്നെ പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, നിന്റെ അനുഭവങ്ങൾ പ്രാപിപ്പാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. സ്തോത്രം. ഞാൻ ഭൂമിയിൽ ജീവനോട് ഉണ്ടാകുകയില്ലായിരുന്നു. സ്തോത്രം. എല്ലാ പ്രതികൂല നടുവിലും തകർന്നും തളർന്നും ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ ആമേൻ മാറ്റപ്പെടാത്തതിൻ്റെ കാരണം എനിക്ക് ഉറപ്പുള്ളൊരു പാറയുണ്ട്. എന്നെ അവൻ നിർത്തിയിരിക്കുന്ന ഒരു ഉറപ്പുള്ള പാറമേലാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ നിൽക്കുന്ന പാറ, അത് ക്രിസ്തുവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രതികൂല നടുവിലും പെട്ടകം അവൻ്റെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ 3 മാസം വെച്ചു. സ്തോത്രം. 3 മാസം വെച്ചതുകൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. 3 മാസത്തെ കാലയളവ് കൊണ്ടല്ല, ഒരു നിമിഷമെങ്കിലും അത് വെക്കുവാൻ അവനെടുത്ത മനസ്സിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെന്ന് ഒന്ന് വേഗത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എന്താണ്? സ്തോത്രം. അതിൻ്റെ 6-ാം അധ്യായം 2 ശമൂവേൽ 6-ാം അധ്യായം 12-ാം വാക്യം എന്ന് വായിക്കും. യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഭവങ്ങളുള്ള ദാവീദാ. സ്തോത്രം. ഇപ്പോൾ ദാവീദ് പറയുക, അയ്യോ, ഈ പെട്ടകം ചെല്ലുന്നിടത്ത് അനുഗ്രഹമാണല്ലോ എന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോഴാണ് ദാവീദ് എന്ത് ചെയ്തത്? സന്തോഷത്തോടെ ആ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോകും. അമ്മ വീട്ടിൽ നിന്ന് നേരത്തെ സന്തോഷത്തോടെ കൊണ്ടുവന്നു. സ്തോത്രം. ആരാ? ദാവീദ് രാജാവാണ്. ഇപ്പോഴത്തെ ദാവീദിന്റെ അവസ്ഥ എന്താണ്? ഭയമാണ്. ഇപ്പോഴത്തെ ദാവീദിന്റെ അനുഭവം എന്താണ്? അയ്യോ, ഭീതിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓബേദ്ഏദോമിന്റെ ജീവിതത്തിൽ കൊടുത്ത ഈ അനുഗ്രഹത്തെ കണ്ട് ഇത് അനുഗ്രഹത്തിന്റെ ഇടമാണെന്ന് രാജാവ് വരെ അറിയത്തക്ക നിലയിൽ ആമേൻ സ്തോത്രം ആമേൻ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം, സ്തോത്രം. എന്താണ് നിനക്ക് തരുന്ന അനുഗ്രഹം എന്നറിയാമോ? നിന്റെ ഭവനത്തിൽ പെട്ടകം വരുമ്പോൾ അനുഗ്രഹം എന്തെന്നറിയാമോ? നിന്റെ ഭവനത്തിൽ പെട്ടകം വന്നുവെന്നും ആ പെട്ടകം വന്നതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും നിന്റെ കുടുംബക്കാർ, നിന്റെ ഭവനക്കാർ, നിന്നെ അറിയാവുന്നവർ തിരിച്ചറിഞ്ഞ് നീ പോലും ചിന്തിച്ചിട്ട് സാധ്യതയില്ലാത്ത ജീവിതങ്ങളുടെ ഒരു ആത്മീയ രൂപാന്തരം സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. നീ കൊണ്ടുവന്ന പെട്ടകത്തിലേക്ക് സന്തോഷത്തോടെ അവർ വരാൻ പോവുകയാണ്. സ്തോത്രം. ഇതുവരെ നീ സുവിശേഷം പറഞ്ഞു, ഇതുവരെ നീ കർത്താവിനെ അറിയിച്ചു, അവർക്ക് സന്തോഷമില്ല. അവർ എതിർത്ത് നിന്നു, പ്രതികൂലമായി നിന്നു, അവർ ഓടി മാറി. സ്തോത്രം. എന്നാൽ സ്തോത്രം, നിന്റെ ഭവനത്തിൽ വന്ന പെട്ടകം, നിന്റെ ജീവിതത്തിൽ വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇത് തിരിച്ചറിയുന്ന ജനം നിന്റെ ഭവനത്തിൽ തന്നെ, നിന്നെ അറിയാവുന്നവരിൽ തന്നെ അനേകർ സന്തോഷത്തോടെ ഈ യഹോവയുടെ പെട്ടകത്തിനടുത്തേക്ക് വരാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ആ ദേശത്തെ നല്ലൊരു സുവിശേഷ കുടുംബമാക്കി ആരെ മാറ്റി? ഓബേദ്ഏദോമിന്റെ ഭവനത്തെ മാറ്റി. സ്തോത്രം. ആമേൻ, ആമേൻ. ഇന്ന് പകൽ ആ ദൂത് നീ ഏറ്റെടുക്ക്. നിന്റെ ഭവനം ദേശത്തിലെ സുവിശേഷ ഭവനമാണ്. സ്തോത്രം.
ആമേൻ. നിന്റെ ഭവനം നിന്റെ കുടുംബത്തിലെ സുവിശേഷ ഭവനമാണ്. സ്തോത്രം. ആമേൻ. നിന്റെ ഭവനം ദൈവനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഭവനമാണ്. സ്തോത്രം. അനേകർ അവിടെ വന്ന് ആ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ അനുഭവത്തെ നിന്നിലൂടെ പ്രാപിക്കാൻ പോകുക. സ്തോത്രം. ദാവീദിന് എന്താണ് അറിവ് കിട്ടിയത്? ഓബേദ്ഏദോമിനെ പെട്ടകം വന്നതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. നിന്നെ അനുഗ്രഹിച്ച വാർത്ത കേട്ട് ആമേൻ സന്തോഷത്തോടെ ആമേൻ അനേകർ നിന്റെ അരികിലേക്ക് വരാൻ പോകുക. അവരും ഈ പെട്ടകത്തോട് പറ്റിയിരിക്കാൻ പോകുക. ഇന്ന് മാറി നിൽക്കുന്നവർ നാളെ പറ്റിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 11-ാം അധ്യായം 19 തൊട്ട് വായിച്ച്. ആക്ട്സ് 11:19-21. ആ ആ ഉം, ഉം, ഉം. സ്തോത്രം. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസിന് പ്രതികൂലമുണ്ടായപ്പോൾ ചിതറിപ്പോയ ജനം വിവിധ ഇടങ്ങളിൽ കടന്നുപോയി. സ്തോത്രം. ഭയപ്പെട്ട അവർ ഓടിയത്, ആമേൻ, മരണം കണ്ട ഓടിയത്. എന്നാൽ പോയ ഇടങ്ങളിൽ അവർ എന്ത് ചെയ്തു? അവർ സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചപ്പോൾ എന്ത് ചെയ്തു? കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം, സ്തോത്രം, ആമേൻ, കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പെട്ടകം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ സുവിശേഷമല്ല നീ പറയുവാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ വാക്കുകളല്ല നീ പറയാൻ പോകുന്നത്. നീ പറയുന്ന വാക്കുകളിലൂടെ സുവിശേഷത്തിലൂടെ ഇതുവരെയും ഇളകാത്ത പാറകൾ, ഇതുവരെ ഇളകാത്ത വ്യക്തിജീവിതങ്ങൾ, ആമേൻ, ആമേൻ, കർത്താവിന്റെ കരം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവർ വിശ്വാസത്തിലേക്ക് വരുവാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസേ, നീ ഇവിടെ പോകാൻ പറഞ്ഞു, നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ചോദ്യമൊന്നും ചോദിച്ചില്ല. അവിടുത്തെ ധനമന്ത്രിയായ ഷണ്ണം വരുമ്പോൾ, സ്തോത്രം, ആമേൻ, സ്തോത്രം, അവിടെ അവനോട് തേരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനത്തിന്റെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ, സ്തോത്രം, ആ ദേശത്തെ ധനമന്ത്രി, ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്ന മന്ത്രി പോലും അല്പം കഴിയുമ്പോൾ ചോദിക്കുക, സ്നാനപ്പെടുവാൻ തടസ്സം എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ നിനക്കാകാമെന്ന് പറഞ്ഞു. അവിടെ അവർ സ്നാനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, നീ ചിന്തിക്കാത്ത ജീവിതങ്ങൾ, നീ ഒരിക്കലും സാധ്യതയില്ലാത്ത ജീവിതങ്ങൾ, ആമേൻ, സ്തോത്രം, പലപ്പോഴും വിചാരിക്കും പ്രയാസങ്ങളും പട്ടിണിയും പരിവട്ടവും ആമേൻ പ്രതികൂലങ്ങളും ഉള്ളവർക്കായിരിക്കും ഈ ക്രിസ്തീയ ജീവിതം എന്നില്ല. ആമേൻ, സ്തോത്രം, ജീവന്റെ വചനത്തെ സത്യങ്ങൾ തിരിച്ചറിയുന്നവർ ഈ നാളുകളിൽ, ആമേൻ, ആമേൻ, സ്തോത്രം, ഉന്നത സ്ഥാനമോ ഒന്നും നോക്കാതെ അവർ ക്രിസ്തുവിലേക്ക് ഇറങ്ങി വരുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പലവരും ചോദിക്കും, ഞങ്ങൾക്ക് വരേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, ഞങ്ങൾക്ക് നല്ല പൊസിഷനുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തിക ഉന്നതിയുണ്ട്, എല്ലാം ഉണ്ട്, ഞങ്ങളെന്തിനാണ് ഇതിന് പുറകെ പോകേണ്ടത്? ഇതൊന്നും ഇല്ലാത്തൊരു പുറകെ പോയി പ്രാർത്ഥിച്ചെന്തെങ്കിലും നേടട്ടെ എന്ന് ചിന്തിച്ചിരുന്നവരെ പോലും ക്രിസ്തു മാർഗത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. അവർ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് പാവപ്പെട്ടവനെ പണക്കാരനാക്കുന്ന അനുഭവമല്ല, ആത്മീയ ദാരിദ്ര്യമുള്ളവനെ ആത്മീയ സമ്പന്നനാക്കുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 17-ാം അധ്യായം 1 മുതൽ 4 വരെ ഒന്ന് വായിക്കാം. ഉം, 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 കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. ഉം. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ അവരിൽ ചിലർ ഭക്തിയുള്ള യവനന്മാരുടെ ഒരു വലിയ കൂട്ടവും വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സൊസൈറ്റിയിൽ ഉന്നത സ്ഥാനമൊക്കെ വഹിച്ച്
ആമേൻ ഇങ്ങനെ ഇരിക്കുക. ഒരിക്കലും ഈ ആത്മീയമാർഗം വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ സുഖത്തിലും സന്തോഷത്തിലും ഇരുന്ന് ലോകത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ സ്തോത്രം, ആമേൻ ഞാൻ പരിശുദ്ധാത്മ ഓർപ്പിച്ചതുപോലെ, ആമേൻ കഷ്ടതയുള്ളവന്റെ മാർഗമല്ല, കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല ക്രിസ്തീയ മാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഒരിക്കലും സാധ്യതയില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് ദൈവം നടത്തുവാൻ പോകുക. സ്തോത്രം. അധികാര സ്ഥാനത്തിരിക്കുന്നതിന് വിശ്വാസം നടത്താൻ പോകുക. സ്തോത്രം. ഉന്നതമായ അനുഭവത്തിലേക്ക് നടത്തുവാൻ പോകുക. സ്തോത്രം. എന്താ കാരണം എന്നറിയാമോ? ആരും ധൈര്യമില്ലാതിരുന്ന സമയത്ത് ഈ പെട്ടകം ഒരു ഭവനത്തിൽ കൊണ്ടുവെക്കുവാൻ ഒരു കുടുംബത്തിന് തോന്നിയ മനസ്സ്, ആ മനസ്സിന്മേലാണ് ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുന്ന. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നും വേണ്ട. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ആരാഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, അവരുടെ വിടുതലിന് ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി കുടുംബവും സ്നാനപ്പെടുന്നത് നമ്മൾ വചനത്തിൽ കാണുവാൻ കഴിയുകയാണ്. ഒരിക്കലും സാധ്യതയില്ല. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട്, യജമാനന്മാർ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കാൽക്കൽ വീഴുമ്പോൾ അവർ രാത്രി മുഴുവൻ ദൈവജനം സംസാരിച്ചപ്പോൾ ഒടുവിൽ ആ കുടുംബം പറഞ്ഞു, സ്തോത്രം, ഞങ്ങളും കുടുംബവും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ആ കുടുംബം സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ഓബേദ്ഏദോമിന് ദൈവം നൽകിയ അനുഗ്രഹം ആ ദേശത്തെ ഒരു സുവിശേഷ കുടുംബമാക്കി അവരെ മാറ്റി. രാജാവ് മുതൽ പ്രമാണി മുതൽ സാമാന്യ ജനം മുതൽ അനേകർ സ്തോത്രം ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ നടന്ന അനുഗ്രഹം ഒരു വലിയ സാക്ഷ്യമായി കണ്ടുകൊണ്ട് രാജാവ് വന്നതുപോലെ സന്തോഷത്തോടെ യഹോവയുടെ പെട്ടകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അനുഗ്രഹം കേട്ട് ദൈവം ഈ ദേശത്ത് നിന്ന് അനേകരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ ദേശത്ത് അനേകരെ ഈ പെട്ടകത്തിലേക്ക് വരുവാൻ പോകുക. ആമേൻ സ്തോത്രം. സന്തോഷത്തോടെ അവർ വരുവാൻ പോകുക. അതിനുവേണ്ടിയാ പുതിയ വലിയ ഹോളിലേക്ക് പരിശുദ്ധാത്മ നമ്മെ നടത്തുവാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയ കൊയ്ത്തുണ്ട് ഇവിടെ. സ്തോത്രം. ആമേൻ. ദൈവം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടാ ഒരു സൈന്യത്തെ പോലെ ദൈവസഭയെ നടത്തിയിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ആ ദേശത്തോട് ഇത് മാർച്ച് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സാക്ഷ്യത്തിലൂടെ ഓബേദ്ഏദോമിനെ ഒരു സുവിശേഷ കുടുംബമാക്കി മാറ്റിയതുപോലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവനാമ പ്രഘോഷിക്കുന്ന ജീവിതങ്ങളാക്കി മാറ്റി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദേശത്ത് നടക്കാൻ പോകുക. സ്തോത്രം. 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 കർത്തൃവേലയ്ക്ക് ചുമല് വഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം എന്ന് ഓബേദ്ഏദോമിലൂടെ കേട്ടതുപോലെ നിങ്ങളിൽ ഓരോരുത്തരുടെ ദൈവം ദേശത്തെ അറിയിക്കാൻ പോകുന്നു. അനേക ആത്മാക്കളെ അറിയിക്കാൻ പോകുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്നവർ, സമൂഹത്തിലെ ഉന്നതർ, ഒരിക്കലും വിശ്വാസത്തിൽ വരികയിലും ചിന്തിച്ചവർ, സ്തോത്രം, ഒരിക്കലും സാധ്യതയില്ല നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിച്ചവർ, അവരൊക്കെയും നീ പോലും അറിയാതെ ദൈവം വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് ഒന്നാമത്തെ ഒരു അനുഗ്രഹം. രണ്ടാമത് ദൈവം ചെയ്ത 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം നോക്കി. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 15 and 1 to 3. അടിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇപ്പോൾ എവിടെ എന്തുണ്ടാക്കി? അരമന ഉണ്ടാക്കി. അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി. അതിന് കൂടാരമടിച്ചു. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. സന്തോഷത്തോടെ. ഇത് കാരണം എന്താ? മരണകരമായിരുന്ന ഇതിനെ പുറത്തു നിർത്തിയത് ഓബേദ്ഏദോമിന്റെ അനുഗ്രഹം കൊണ്ട്. ഇത് അനുഗ്രഹപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി. അവിടെ ഒരു കൂടാരമടിച്ചു. ദൈവസഭയ്ക്കും ഇത് അനുഗ്രഹമായി കാണുമ്പോൾ സ്വർഗീയ രാജാവ് ഒരു സ്ഥലമൊരുക്കി, ഒരു പെർമനന്റായ ഒരു കൂടാരം ഒരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കൂടാരമൊരുക്കി എന്ത് ചെയ്തു? സ്തോത്രം. പറഞ്ഞു, ലേവ്യര് മാത്രം എന്ത് ചെയ്യണം? ദൈവം നിയോഗിച്ചവര് മാത്രം ആ പെട്ടകം ചുമക്കണം. ഈ പെട്ടകം ഇവിടെ കൊണ്ടുവരാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ആ ലേവ്യരായ ഒരു ദൈവം നിയോഗിച്ചവർ മാത്രം എന്ത് ചെയ്യണം?
പെട്ടകം ചുമക്കണം. സ്തോത്രം. അതിനുശേഷം എന്നിട്ട് ഈ തീരുമാനം ദൈവനിയോഗമുള്ളവർ മാത്രം ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് രാജാവ് അരുളി ചെയ്ത ശേഷം ഓബേദെദോമിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ് സന്തോഷത്തോടെ. എന്തിനു വേണ്ടി? ആ പെട്ടകം ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ലെഹു. ദൈവത്തിന് സ്തോത്രം. ആരും അറിയപ്പെടാതിരുന്ന ഓബേദെദോം ദൈവ നിയോഗമുള്ളവനായി മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? പെട്ടകം ഭവനത്തിൽ വെച്ചു. ആരുമില്ലാതെ കർത്താവിന് വേണ്ടി നിന്നു. സ്തോത്രം. എല്ലാവരും മാറിയപ്പോഴും താൻ ഉറച്ചു നിന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു നിയോഗം പോയിട്ട്, ഒരു പേര് പോയിട്ട്, ആർക്കും അറിയാതിരുന്ന ആൾക്കൂട്ടങ്ങളിൽ ഒരുവനായിരുന്ന ഓബേദെദോമിനെ ദൈവ നിയോഗമുള്ള ഒരു ശുശ്രൂഷക്കാരനാക്കി ദൈവം മാറ്റി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആരും അറിയാതിരുന്ന എന്നെയും നിന്നെയും ഒരു വലിയ സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. നീ ഇന്ന് ഈ പുസ്തകം പിടിക്കുന്നതിന്റെ കാരണം, നിന്റെ ഭവനത്തിൽ പെട്ടകം വരുവാൻ കാരണം, നീ കർത്തൃനാമത്തിൽ അറിയപ്പെടുവാനുള്ള കാരണം, ദൈവത്തിന് സ്തോത്രം, നീ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടും ദൈവ നിയോഗം നിന്റെ മേലിൽ കിടന്നത് കൊണ്ടും. ആ സ്തോത്രം. ഈ കാവൽക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. സ്തോത്രം. കാവൽക്കാരന്റെ പ്രത്യേകത, എല്ലാം നിശ്ചലമാകുമ്പോഴാ കാവൽക്കാരനോ എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ആകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്തുവാ ഓബേദെദോമിനെ കാവൽക്കാരനാക്കിയത്? എല്ലാം നിശ്ചലമായപ്പോൾ അവൻ ആക്റ്റീവായി. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. നീ ഉറങ്ങുമ്പോൾ സെക്യൂരിറ്റി എവിടെ നിൽക്കുക? ഉണർന്നിരിക്കുക. എല്ലാം നിശ്ചലമാകുമ്പോൾ, എല്ലാം ഇരുളാകുമ്പോൾ അവന്റെ ദൗത്യം ആരംഭിക്കും. ദൈവത്തിന് ഉറപ്പുണ്ട്. ആമീൻ. ആര് മാറിപ്പോയാലും, ഈ പറഞ്ഞ പേരുകൾ മാറിപ്പോയാലും ഓബേദെദോം ഒരിക്കലും മാറിപ്പോകുകയില്ല. കാരണം അവനത് തെളിയിച്ചതാ. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവരോട് എല്ലാം ഉള്ളപ്പോൾ നമുക്ക് കർത്താവിന് ഇഷ്ടമാണ്. എല്ലാം തകരുമ്പോഴോ നമ്മൾ നേരെ തിരിച്ചു പറയും. ഇവിടെ ആരും അറിയാത്തൊരു ഓബേദെദോമിനെ വാതിൽ കാവൽക്കാരനായി നിർത്തി. ഒന്നാം കാര്യം ഓർത്തോണം, നമ്മൾ സെക്യൂരിറ്റിയുടെ നമ്മൾ കാണുമ്പോൾ എന്താ ഉള്ളത്? അവൻ നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലേ? കണ്ടോ, നല്ല സൈസും. ഇവൻ കർത്താവ് കണ്ട് ഇവൻ സ്പിരിച്വലി സ്ട്രോങ് ആണ്. രണ്ടാമത് സെക്യൂരിറ്റി കാണേണ്ടത് അവൻ ഹോണസ്റ്റ് ആയിരിക്കും, വിശ്വസ്തനായിരിക്കും. ദൈവം നോക്കി ഇവൻ വിശ്വസ്തനാണ്. മൂന്നാമത് പറഞ്ഞു ഇവൻ റിലയബിൾ ആയിരിക്കണം, ഇവനെ വിശ്വസിക്കാൻ കൊള്ളണം. വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാലാമത് ഇവൻ വിജിലന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ പോലെ ഉദാസീനയോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവൻ എപ്പോഴും ഇങ്ങനെ ഹൈ വിജിലന്റ് ആയിരിക്കണം. എപ്പോൾ പ്രശ്നമുണ്ടാകും, എപ്പോൾ ഇത് പ്രതികൂലം വരുമെന്ന് കണ്ട് അറിഞ്ഞുണർന്നിരിക്കണമായിരിക്കും സെക്യൂരിറ്റി. അത് മാത്രമല്ല, ഒരു അപകടം അറിഞ്ഞാൽ അതിൻ്റെ അധികാരികളെ ആരെ വിളിച്ചറിയിക്കുവാനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവനായിരിക്കും ഇവൻ. സ്തോത്രം. ആരിൽ കണ്ടു ദൈവം ഇത്? ഓബേദെദോമിൽ കണ്ടു. സ്തോത്രം. അവൻ എന്താണ് നിശ്ചയിച്ചു? വാതിൽ കാവൽക്കാരനായി. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നോ? സ്തോത്രം. 1 വൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം ഒന്ന് വായിച്ചേ. 16:38. അവന്റെ സഹോദരന്മാരെ 68 പേരെ നീതു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓബേദെദോമിന്റെ സഹോദരന്മാരായതുകൊണ്ടല്ല ദൈവം നിർത്തിയത്. ഓബേദെദോമിലൂടെ കേട്ട സുവിശേഷം അനുസരിച്ച് ഓബേദെദോമിനെ പോലെ 68 പേരുമായി എന്ന് കണ്ടിട്ട് ദൈവം നിയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നീ എന്തു പ്രാപിച്ചുവോ അത് നിന്റെ കുടുംബക്കാർ പ്രാപിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദൈവസ്ഥലിൽ ഒരു കാര്യം ഓർത്തോണം. ദൈവസഭയ്ക്കകത്ത് സ്തോത്രം. ആമേൻ. പാസ്റ്റർ മോഹനാന്ന് പറഞ്ഞ് അടുത്ത ആൾക്ക് കയറി പാസ്റ്ററാകാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധത്തിന് ദൈവസഭയ്ക്കകത്ത് സ്ഥാനമില്ല. ആമേൻ. ഒരുവനെ നിർത്തിയാൽ അതിനുശേഷം ആരെ നിർത്തണമെന്ന് ദൈവം തീരുമാനിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഓബേദെദോമിന്റെ ഭവനക്കാരായതുകൊണ്ടല്ല, ഓബേദെദോമിൽ സംഭവിച്ച അനുഗ്രഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അവന്റെ സഹോദരന്മാരും അവനെ പോലെ ആത്മീയ സമ്പന്നരായതുകൊണ്ട് അവരെയും ദൈവം വാതിൽ കാവൽക്കാരായി നിയമിച്ചു. അതിനകത്ത് വേറെ ദൂതുണ്ട്. നീ പ്രാപിക്കുന്നതേ അവരും പ്രാപിക്കൂ, ഓർത്തോണം. സ്തോത്രം. നീ പ്രാപിക്കാൻ മനസ്സില്ലാത്തവരാണെങ്കിൽ അവരും അത്രേ പ്രാപിക്കുകയുള്ളൂ. സ്തോത്രം. നീ എന്നും പ്രാപിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. എന്താ പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇന്നലെ പ്രാപിച്ച കൃപയിൽ കർത്താവേ, ഇന്ന് എനിക്ക് പുതിയത് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ആമേൻ ആവലോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തും. നീ പ്രാപിക്കുന്ന അളവോളം നിന്റെ സഹോദരന്മാരും പ്രാപിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടും തീർന്നില്ല. 26 അധ്യായം 12 വാക്യം വായിച്ചേ. സ്തോത്രം. അപ്പം ഈ വാതിൽക്കാർക്ക് ഓരോ കൂറുകൾ അനുസരിച്ച് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് നിൽക്കാനുള്ളതായ നിയോഗം ദൈവം കൊടുത്ത് അവരെ അതിനെ അപ്പോയിന്റ് ചെയ്തു. സ്തോത്രം. അതിൽ 15 വാക്യം വരുമ്പോൾ മതി. തെക്കേ വാതിലിൽ ഓബേദെദോമിനും പാണ്ഡ്യശാലയുടേത് ആർക്ക് കൊടുത്തു? അവന്റെ പുത്രന്മാർക്ക് കൊടുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സഹോദരന്മാർക്ക് മാത്രമല്ല, അവന്റെ പുത്രന്മാരെയും വാതിൽ കാവൽക്കാരായി ദൈവം നിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചെന്താ? ഓബേദെദോമിനെ കുടുംബത്തെയും ദൈവം ചെയ്തു അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിൽ ഈ പെട്ടകം 3 മാസം ഇരുന്നു. ഇത്രയേ ഉള്ളൂ. അവനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചത്? ഒന്ന്, അവനിലൂടെ ദേശ സുവിശേഷീകരണം നടന്നു. അവനിലൂടെ അവന്റെ കുടുംബ സുവിശേഷീകരണം നടന്നു. അവൻ മാത്രമല്ല, അവന്റെ സഹോദര കുടുംബം മാത്രമല്ല, അവന്റെ പുത്രന്മാർ തലമുറയായി ദൈവ നിയോഗമുള്ളവരായി മാറി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ അറിയപ്പെടാത്തവൻ അറിയപ്പെടാൻ തുടങ്ങി. അവന്റെ കുടുംബം മുഴുവൻ ദൈവനാമത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങി. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് ദൈവം നൽകി അനുഗ്രഹത്തോടെ പറഞ്ഞ വേഗത്തിൽ പ്രാർത്ഥിക്കുക. 1 16 അധ്യായം 4-5 വാക്യങ്ങൾ. ഫസ്റ്റ് ക്രോണിക്കിൾസ് 16:4-5. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ പെട്ടകത്തിന് മുമ്പിൽ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഒരു ആരാധന വൃന്ദത്തെ അവൻ നിയോഗിച്ചു. ആര് നിയോഗിച്ചു? ദാവീദ് ദൈവനാമത്തിൽ ലേവ്യരിൽ നിന്ന്, ദൈവ നിയോഗമുള്ളവരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? കീർത്തനവും യഹോവയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാൻ. സ്തോത്രം. ആസാഫ് തലവൻ, രണ്ടാമൻ സെക്കരിയാവ്, പിന്നെ യെഹിയേൽ, ശെമീരോമോത്ത്, യഹിയേൽ, മിഥിന്യാവ്, എലിയാബ്, ബെനായാവ്, ഒബേദേദോം, യെഹിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം. മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അയ്യോ ഓബേദെദോം, നിനക്ക് കീബോർഡ് വായിക്കാൻ അറിയാമായിരുന്നോ? നിനക്ക് വീണ വായിക്കാൻ അറിയാമായിരുന്നോ? കിന്നരം വായിക്കാൻ അറിയാമായിരുന്നോ? ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷേ ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിനക്കൊന്നും അറിയണമെന്നില്ല. നീ വാതിൽ കാവൽക്കാർ നിർത്തുമ്പോൾ തന്നെ ആ ശുശ്രൂഷയിലൂടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂട്ടത്തിലായി മാറി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയണം എവിടെ നിൽക്കുന്നത്. ഞാൻ പ്രസംഗം പഠിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്.
ഒരിക്കലുമല്ല. ഓടിപ്പോയി, കർത്താവേ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ദീർഘവർഷം ഓടിപ്പോയി. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ആമി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിനക്കെന്തെങ്കിലും അറിയാമില്ലെന്നുള്ള എൻ്റെ വിഷയമല്ല, പക്ഷെ എനിക്ക് പലതും അറിയാം. നീ അത് പറയണം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, പക്ഷേ അവൻ വീണയും കിന്നരും വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടകത്തിന് മുമ്പിൽ അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, എല്ലാ ഇടങ്ങളിലും ഓബേദെദോമിന്റെ ഒരു അംശം വേണമെന്ന് ദൈവത്തിന് നിർബന്ധമായിരുന്നു. സ്തോത്രം. എന്താ കാരണം? അത്ര വിശ്വസ്തരെന്നത് അവനെ ദൈവം എണ്ണി. സ്തോത്രം, സ്തോത്രം. ദൈവവേലയിൽ എല്ലാ ഇടങ്ങളിലും നീ ഞാനും ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഒരു വെള്ളിയാഴ്ച വന്നു പോകുന്ന വിസിറ്റിംഗ് പ്രൊഫസർ ദൈവത്തിന് ആവശ്യമില്ല. സ്തോത്രം, സ്തോത്രം. ഇതാരുടെ സഭയില്? ദൈവത്തിന്റെ സഭയാ. അതിന്റെ ഓരോ അംശത്തിലും ഓരോ നടപ്പിലും ചുവടിലും നിന്റെ സാന്നിധ്യം വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. Praise the Lord. ദൈവം അത് ആഗ്രഹിച്ചു എന്ന് ആര് മനസ്സിലാക്കി? ഒബേദെദോം മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും അവനെ അവന്റെ കുടുംബത്തെയും അവൻ വിട്ടുകൊടുത്തു അതിനായിട്ട്. സ്തോത്രം. വാതിൽ കാവൽക്കാരെ നിയോഗിക്കുമ്പോൾ അവിടെ ഓബേദെദോം. ആമേ ആരാധനക്കാരെ നിയോഗിക്കുമ്പോൾ അവിടെ ഓബേദെദോം. അവൻ പിന്നീട് നിയമിക്കുമ്പോൾ അവന്റെ സഹോദരന്മാർ, അവന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവത്തിന് പ്രസാദമുള്ള അനുഭവത്തിൽ താനും തന്റെ കുടുംബവും ദൈവസന്നിധിയിൽ തെളിയിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ആരാധനയുടെ നടുവിൽ എന്തിനാ നിർത്തിയെന്നറിയാമോ? സ്തോത്രം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞേറ്റിൽ നിന്ന് അവൻ എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. ഉറപ്പുള്ളൊരു പാറമേൽ നിർത്തി. എന്നിട്ട് എന്ത് തന്നു? എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതികൾ തന്നെ. ആമേൻ. ദൈവത്തിന് ഉറപ്പുണ്ട്. ആമേൻ. ദൈവം വിടിവിച്ചതാണെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയാണ് ഓബേദെദോമുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി അവൻ ദൈവത്തെ ആരാധിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോ എന്താ ചെയ്യുന്ന സഭയിലുള്ള ദൈവദാസന്മാരെ? ആരാധിക്ക്, അയ്യടിക്ക്, ആരാധിക്ക്, ആരാധിക്ക്, പ്രാപിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന്? സ്തോത്രം. നമുക്ക് ഇന്നും ഉറപ്പില്ല. നാശകരമായ കുഴി കിടന്നതാണെന്നും കുഴഞ്ഞ ചേറ്റിലാണെന്നും കർത്താവ് വിടിവിച്ചതാണെന്നും നമുക്കൊന്നും അറിവില്ല, അറിയേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവരും കൈയടിക്കുന്ന, എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ ഞാനും എന്ത് ചെയ്തേക്കാം? കൈയടിച്ച. പക്ഷേ ഓതുമ്പോഴേതും ഒരു ആരാധന അങ്ങനെ ആയിരുന്നില്ല. ആരാധന തുടങ്ങിയാൽ അവൻ പരിസരം മറക്കും. കാരണം എന്നറിയുമോ? അവൻ അറിയാം, ഞാൻ ഇരുന്ന കുഴഞ്ഞ ചേറിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നെ വിടിവിച്ച ദൈവം ഉറപ്പുള്ള പാറമേൽ നിർത്തിയ ശേഷം എനിക്കറിയാത്തൊരു കാര്യം എൻ്റെ നാവിൽ തന്നു, പുതിയൊരു പാട്ട്. ദൈവത്തിന് സൗണ്ട്, ഞാൻ അവനെ ആരാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനൻ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതുകൊണ്ടാ അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തുകൊണ്ട് ഓബേദെദോം നിർത്തിയെന്നറിയാമോ? ഒരിക്കലും ഉപകാരം പ്രാപിച്ചിട്ട് അവൻ ദൈവത്തെ മറക്കുകയില്ല എന്ന് അവനെ കുറിച്ച് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ സ്വഭാവമോ? എല്ലാം പ്രാപിച്ചിട്ട് ദൈവത്തെ മറക്കും. കഷ്ടതയുള്ളപ്പം ദൈവത്തോട് പറ്റിയിരിക്കും. എല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറക്കും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കാരണം അവൻ ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോയാൽ നിനക്ക് വാഴ്ത്തുവാൻ കഴിയുകയില്ല. അത് ഓർക്കുന്നവനായിരുന്നു ഓബേദെദോം എന്ന ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് അവനെ ആരാധനയുടെ കൂട്ടത്തിൽ ദൈവം അവനെ കൂട്ടി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സങ്കീർത്തനം 100-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അത് നിർത്തി വായിച്ചു. 100-ാം അധ്യായം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ സന്തോഷത്തോടെ. അപ്പൊ ഓബേദെദോമിന്റെ ആരാധനയിൽ ദൈവം കണ്ടെന്നറിയാമോ? അവൻ സന്തോഷത്തോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അടുത്തത്, പ്രൈസ് ദി ലോർഡ്. പലരെയുമല്ല അവൻ ആരാധിക്കുന്നത്, യഹോവയായ ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നതെന്നും അത് അറിഞ്ഞാണ് അവൻ ആരാധിക്കുന്നതെന്നും ദൈവം കണ്ടു. സ്തോത്രം. അടുത്തത്, മൂന്നാമത് പറഞ്ഞു, അവന്റെ ആരാധനയിൽ ദൈവം കണ്ടൊരു കാര്യം. കർത്താവെ ആരാധന ഉടനീളം അവൻ പറഞ്ഞു, കർത്താവേ നീയാണ് എൻ്റെ ദൈവം, ഞാൻ നിനക്കുള്ളവനെന്ന് പറഞ്ഞുകൊണ്ട് ആമേ ജീവനും ഭക്തിയുമുള്ള ആമേ ഒരു സുഗ്രാഹ്യമയ ആഗമായി ഒരു ആരാധനയായി ദൈവസ്ഥലവന്റെ ആരാധന വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്തത്,
ഹല്ലേലൂയ. ഞാൻ അവന്റെ ജനം, ഞാൻ നിന്റേത്, എന്നെ നടത്തുന്ന ഒരു ഇടയനുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആ ആ വാഴ്ത്തുവിൻ. ഒന്ന്, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Praise the Lord. ഓബേദ് വിശ്വാസമുണ്ടായിരുന്നു, എന്നിൽ ആരംഭിച്ച ആരാധന എന്നിൽ അവസാനിക്കുകയില്ല, അത് തലമുറ തലമുറയോളം നിൽക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. ഞാൻ മരിച്ചു പോയാലും എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കും, അവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കും. അവൻ എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എവിടെയും അവസാനിക്കില്ലെന്ന് ഉറപ്പുള്ളതോടുകൂടെ അവൻ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് അവനെ ആരാധനയുടെ കൂട്ടത്തിലാക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അനുഗ്രഹം ദൈവമക്കളെ? എല്ലാവരും ഉള്ളപ്പോഴല്ല, ആരുമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പെട്ടകത്തോട് പറ്റിയിരിക്കുമെന്ന് ഓബേദെദോം തീരുമാനിച്ചതുപോലെ തീരുമാനമുള്ള ഒരു വ്യക്തി അവനെ ദൈവം അനുഗ്രഹിക്കുന്നു. എങ്ങനെ അനുഗ്രഹിച്ചത്? ഒന്ന്, അവൻ്റെ കുടുംബം മദ്യപാനമുള്ള കുടുംബമായിരുന്നു, കൊലപാതകമുള്ള കുടുംബമായിരുന്നു, ദോഷം ചെയ്യുന്ന കുടുംബമായിരുന്നു. എന്നാൽ ദൈവം അവനെ സുവിശേഷത്തിൻ്റെ കുടുംബമാക്കി മാറ്റി. ആ ദേശത്തുള്ള മാന്യരും അധികാരികളും ശ്രേഷ്ഠന്മാരുൾപ്പെടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു സുവിശേഷ കുടുംബമാക്കി അവരെ മാറ്റി. അവനിൽ ആരംഭിച്ച പ്രവൃത്തി അവൻ്റെ സഹോദരന്മാരിൽ, അവൻ്റെ പുത്രന്മാരിൽ ദൈവത്തിന് പ്രസാദമുള്ള, ദൈവ നിയോഗമുള്ള ശുശ്രൂഷകന്മാരാക്കി ദൈവനെ മാറ്റി. അത് മാത്രമല്ല, ആമേൻ സ്തോത്രം, ദൈവം വെടിവെച്ച വിടുതലിനെ സാക്ഷ്യപ്പെടുത്തുന്ന ആരാധനയുള്ളവനായി, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആരാധിക്കുന്നവനായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിനുള്ളവനാണെന്നും എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എൻ്റെ തലമുറ തലമുറയായി നിൽക്കുമെന്നും വിശ്വാസത്തോടുകൂടെ അവനെ ആരാധിക്കുന്നതിനായി ദൈവം അവനെ നിയോഗിച്ച. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ പ്രതിഫലമില്ലാതെ പോവുകയില്ല. നിന്റെ സമയം, നിന്റെ സാഹചര്യം, നിന്റെ സാമ്പത്തികം, നിന്റെ ഭവനം, നിന്റെ ജ്ഞാനം, നിന്റെ ആരോഗ്യം വിട്ടുകൊടുക്കുക ദൈവത്തിന് വേണ്ടി. ഞാൻ എബിയുടെ കാര്യം ഓർപ്പിച്ചു. ഇറങ്ങിത്തിരിച്ചു. സമയമോ സംശയമോ സാഹചര്യമോ ക്ഷീണമോ നോക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. അടയാളമായി ദൈവം നന്മകൾ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നന്മകളല്ല ദൈവം, അതല്ല പ്രാമുഖ്യം. ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ തീരുമാനമെടുക്കുമ്പോൾ, ആമേൻ, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും ഞാൻ നിൽക്കും ദൈവനാമത്തിന് വേണ്ടി. ആമേൻ, ഞാൻ ഓടിപ്പോകുകയില്ല. ആമേൻ, ദൈവസഭ ആമേൻ ഒരു സൈന്യം പോലെ ഐക്യതയോടെ സ്നേഹത്തോടെ ഏത് പ്രതികൂലം കടന്നു പോകേണ്ടി വന്നാലും ഞാൻ അപ്പോൾ മാറി നിൽക്കുന്നവനായിട്ടല്ല, കൂടെ നിൽക്കുന്നവനായി നിൽക്കുമെങ്കിൽ, ആമേൻ, ഇതുവരെ ഇല്ലാത്ത അത്ഭുത പ്രവർത്തികൾ കാണുവാൻ ഓബേദെദോമിന്റെ ഭവനത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയായിത്തീരും. നീയും നിന്റെ കുടുംബവും യഹോവയെ സേവിക്കും. നീയും നിന്റെ കുടുംബവും യഹോവയിൽ അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ആരംഭിച്ച പ്രവൃത്തി തലമുറ തലമുറയായി നിലകൊള്ളും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേൽക്കാം.